ഹായ്, ലൈഫ് മിസ്റ്റിൽ നിന്ന് കുക്കിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡോർമേറ്റാണ് ചെയ്യുന്നത്. വേസ്റ്റ് ബനിയൻ ക്ലോത്തിൽ നിന്നും എങ്ങനെയാണ് ഉപയോഗപ്രദവും ഈസി ആയിട്ടൊരു ഡോർമേറ്റ് നിർമ്മിക്കുന്നത് നോക്കാം. മാറ്റ് ഉണ്ടാക്കുവാനായി കത്രിക, മാർക്കർ, സ്കെയിൽ, സൂചി, ഒരു കട്ട നൂൽ, വേസ്റ്റ് ബനിയൻ ക്ലോത്ത്, മാറ്റിന് ആവശ്യമായ ഒരു കാർഡ്ബോർഡ് അതിൻ്റെ സൈസിനനുസരിച്ച്, ഫസ്റ്റ് നമ്മൾ ആ ബനിയൻ ക്ലോത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിലും മാർക്കറും ഉപയോഗിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കത്രിക കൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. താഴ്ഭാഗവും അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബനിയൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളും കട്ട് ചെയ്യുക. പിന്നെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരേ സൈസിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഓരോ പീസും ഇതുപോലെ ഞെടുക്കി വലിച്ചെടുക്കുക. ഈ കാർഡ്ബോർഡിന് 1 സെൻറ്റിമീറ്റർ വെച്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് ഇതുപോലെ വരയ്ക്കാം. ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. ഈ വരച്ച ലൈന് 1 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സ്കെയിൽ വെച്ച് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് എടുക്കാം. ഇതുപോലെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരച്ച് വെച്ചിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. ശേഷം ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻറ്റ്സിനെ നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യുക. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നൂലിൻ്റെ ഇത്രയും പോർഷൻ വിട്ടതിന് ശേഷം ആ ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ എടുത്തിട്ട് താഴത്തെ കട്ട് ചെയ്ത പോർഷനിൽ കൂടെ എടുക്കുക. ഇനി തൊട്ടടുത്തുള്ള ഗ്യാപ്പിൽ നിന്നും തിരിച്ച് മുകളിലോട്ട് ഇതുപോലെ നൂല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. വീണ്ടും ആദ്യം ചെയ്തതുപോലെ വീണ്ടും തിരിച്ച് താഴത്തെ ഗ്യാപ്പിൽ കൂടെ വീണ്ടും തിരിച്ച് കയറ്റുക. നല്ല ടൈറ്റ് ചെയ്ത് വേണം നൂല് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇത് ഫുള്ള് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ നെടുക്കി വെച്ചിട്ടുള്ള ഈ ബനിയൻ ക്ലോത്ത് ഈ ഓരോ നൂലിൻ്റെ ഒന്നിടവിട്ട് ഓരോ നൂലിൻ്റെ ഇടയിൽ കൂടെയും ഇതുപോലെ കയറ്റിയെടുക്കുക. ഈ നൂല് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബനിയൻ ക്ലോത്ത് ഇങ്ങനെയൊക്കെ കയറ്റുന്ന സമയത്ത് ഇതിൽ ഈ നൂല് വന്നിട്ട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്.
ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് നീക്കി വയ്ക്കാം. അടുത്ത പീസ് എടുത്തതിന് ശേഷം വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്നിടവിട്ട് നൂലിനിടയിൽ കയറ്റുക. ആദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ നൂലിൽ കയറ്റാതെ രണ്ടാമത്തെ നൂലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ നൂല് കയറ്റിയതുപോലെ മൂന്നാമത്തെ നൂലും കയറ്റുക. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സൂചി നൂലിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് പോർഷൻ ഈ സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഇവിടെ വെച്ച് അവിടെ ആ നൂലിൽ കൂടെ എടുത്തിട്ട് കെട്ടുക. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. ഈ സൂചി കൊണ്ട് ഓരോ നൂലും ഓരോ ഈ ബനിയൻ ക്ലോത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തച്ചെടുക്കും. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. ഈ കാർഡ്ബോർഡ് ഈ മാറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കത്രിക കൊണ്ട് ഇതിൻ്റെ ഈ പോർഷൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ നൂല് ഓരോന്നായിട്ട് ഇതുപോലെ പതിയെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻസ് നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഡോർമെറ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ടിയുള്ള ബനിയൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ.